പലപ്പോഴും മറ്റുള്ളവരുടെ പ്ലാനിന് നമ്മൾ വിധേയരാവാറുണ്ട്. ശരിയല്ലേ? ഇമാജിൻ നിങ്ങൾ കുളിച്ചിറങ്ങി വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് വീട്ടിലെ ഗസ്റ്റുകൾ വന്നത്. ഉമ്മ അല്ലെങ്കിൽ അമ്മ നിങ്ങളോട് ചായ ഉണ്ടാക്കാൻ പറയുന്നു. പെട്ടില്ലേ? ഇത്തരം സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രാഡ്സ് ഇംഗ്ലീഷ്. And you learn a new sentence every day with me because you need to stop learning words and start learning sentences and phrases in order to build a fluency within no time. Alright, so today let's look at a new sentence. Alright, so മറ്റുള്ളൊരു പ്ലാനിന് നമ്മൾ വിധേയരായി പോകുന്ന അത് പറയാനുള്ള ഒരു സെൻറ്റൻസ് ആണത്. റെഡി? ഫോർ എക്സാമ്പിൾ, എനിക്ക് ചായ ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോൾ നേരത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണ്. ഗസ്റ്റ് വന്നു, ചായ ഉണ്ടാക്കേണ്ടി വന്നു. നമ്മുടെ പ്ലാനല്ല, നമുക്ക് ഇഷ്ടമല്ല, ബട്ട് mom forced us to do that. Alright, remember we learn everything through TPR, total physical response. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കണം. Why? Because you learn it faster. Ready? I was roped into making tea for the guest. Okay, once again, I was roped into making tea for the guests. ഓൾറൈറ്റ്, ഗസ്റ്റിന് വേണ്ടി ചായ ഉണ്ടാക്കേണ്ട ഗതിയിലായി ഞാൻ. ബിക്കോസ് മോർ ഫോഴ്സ്ഡ് മീ. അപ്പോൾ മറ്റുള്ളവരുടെ പ്ലാനിന് എപ്പോഴേക്കും നമ്മൾ വിധേയരാകുന്നോ അവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ് റോപ്ഡ് ഇൻ ടു. ഈ റോപ്ഡ് ഇൻ ടുവിന് ശേഷം നിങ്ങൾ ING ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചുമ്മാ റോപ്ഡ് ഇൻ ടു പ്ലസ് നിങ്ങൾക്ക് ഒരു ബേസ് ഫോമും പറയാം. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് മന്ത് I was roped into buying a car from my friend. കാര്യം എനിക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, അവനെടുത്തോ അല്ലെങ്കിൽ അവൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ അത് വീണ് പോയി. ദാറ്റ്സ് ഇറ്റ്. റിമെമ്പർ, ഐ വാസ് റോപ്ഡ് ഇൻ ടു അങ്ങനെയാണ് പറയാറ്. ദേ വർ റോപ്ഡ് ഇൻ ടു ആൻഡ് ഹീസ് റോപ്ഡ് ഇൻ ടു അങ്ങനെ പറയാൻ പാടുള്ളൂ. വെരി ഇതുപോലെ മറ്റുള്ളവരുടെ പ്ലാനിന് നിങ്ങൾക്ക് വഴങ്ങേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതെല്ലാം ഗെറ്റ് റോപ്ഡ് ഇൻ ടു എന്നുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആക്കി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. ആൻഡ് ലെറ്റ് മീ ലേൺ ഇറ്റ്. ഓൾറൈറ്റ്, എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you with a new sentence tomorrow. Bye-bye.